പാടിടാം. പകലന്തിയോളം വെള്ളം കോരുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സായാഹ്നമാകുമ്പോഴേക്കും നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തിരിഞ്ഞു നോക്കുമ്പോഴും യാതൊന്നും നേടിയിട്ടില്ലാത്ത അവസ്ഥ ദൗർഭാഗ്യകരമാണ്. സങ്കീർത്തനം 127:1 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സ്നേഹമുള്ളവരെ, വ്യർത്ഥമായി പോകരുത് നമ്മുടെ അധ്വാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനം കർത്താവിനോട് ചേർന്ന് ഉള്ളതായിക്കൊള്ളട്ടെ. ഒരു രാത്രി മുഴുവൻ കടലിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ശിഷ്യന്മാർ പാഠപുസ്തകമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ അധ്വാനം കർത്താവിനോട് ചേർന്നാണോ എന്നുള്ള ചോദ്യം ഈ പ്രഭാതത്തിൽ പ്രസക്തമാക്കാം, ധ്യാനമാക്കി മാറ്റാം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന് ഓർക്കാം. കർത്താവിനോട് ചേർന്ന് അധ്വാനിക്കാം, ഫലം സുനിശ്ചിതമാണ്. ആമേൻ.